ഹലോ ഗൈസ്, നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം കാസർഗോഡ് മല്ലു. ഗൈസ്, അങ്ങനെ ഞാൻ കുറേ നാളിന് ശേഷമാണ് ഇതുപോലെ ഇൻട്രോ ഒക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം എല്ലാവരും പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, എവിടെ ഇപ്പോൾ എന്താ വീഡിയോ ഒന്നും ചെയ്യാത്തത്, എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ്. കാരണം എനിക്കിപ്പോൾ ഇവിടെ ഞാൻ യു എയിലായത് കാരണം എനിക്ക് പണിയുണ്ട്. രാവിലെ പണിക്ക് പോയാൽ ഈവനിങ് ആകുമ്പോഴത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. അതിനിടയിൽ ഒന്ന് രണ്ട് ഷോർട്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഷോർട്സ് വീഡിയോ കാരണം ആൾക്കാരും പെട്ടെന്ന് വാച്ച് ചെയ്തില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ലോങ് വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ടൈം കിട്ടാത്തൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ അങ്ങോട്ട് ഞാൻ വീഡിയോ ചെയ്യും. നമുക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് വീഡിയോ ചെയ്യാത്തത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി തൊട്ട് ഞാൻ അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇതിനേക്കാളും ഇൻഷാ അല്ലാഹ് ഇനി സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇന്ന് നല്ല മേഘം നല്ല കറുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലാവസ്ഥൻ്റെ അവർ വെള്ളി ശനി ഞായറാ, വ്യാഴം വെള്ളി ശനി ആയിട്ട് മഴ പെയ്യുന്നുള്ളത്. അതിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. രാവിലെ തന്നെ മേഘമെല്ലാം കണ്ട നല്ല കറുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പെയ്യട്ടെ, മഴ പെയ്യട്ടെ. മഴ പെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാത്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു മഴ ഉണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു മഴ കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ, ഇത് ഫയർ സ്റ്റേഷനാണ്. ഇതിൻ്റെ പേരാണ് ഫയർ സ്റ്റേഷൻ റൗണ്ടബോട്ട്. ആ കാണുന്നതാണ് ഫയർ സ്റ്റേഷൻ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാൻ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നല്ല കാറ്റ്, മഴ പിടിച്ചിട്ടുണ്ട്. മഴ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ. നല്ല പബ്ലിക് ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ, നല്ല പാണ്ട്. പക്ഷെ എന്താ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്നറിയില്ല. ഇൻഷാ അല്ലാഹ് നോക്കി നോക്കാം. ആ കാർമേഘത്തിനുള്ളിലേക്ക് സൂര്യനെ അടിച്ചു വരുന്നില്ല, സൂര്യനെ ഉദിച്ചു വരുന്നു. പിന്നെ തണുത്ത കാറ്റും, വേറെ തന്നെ ഒരു വൈബ്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു വൈബ്. ഇതെല്ലാം കാണണമെങ്കിൽ രാവിലെ എണീക്ക് മക്കളെ, രാവിലെ എണീക്ക്. ഇതെല്ലാം രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ പാങ്ങട്ടും കാണും. അപ്പൊ ഗൈസ്, ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. നോക്ക്, നല്ല അടിപൊളി സ്ഥലം. സൈഡ് കടലാണ്. ഈ കാണുന്നതിന്റെ അപ്പുറം, ഈ പാറിന്റെ അപ്പുറം കടലാണ്. പക്ഷെ നല്ല കടലടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തെറിക്കുന്നുണ്ട് ചില സമയത്ത്. ഇത് ആ കടൽ ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിക്കുന്നത്. ഇതൊരു ചെറിയൊരു ദ്വീപാണൊക്കെ ആക്കിയത്. അപ്പൊ ഗൈസ്, അപ്പൊ അങ്ങനെ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കട്ടെ. ഇവിടുന്ന് കുറച്ച് സമയം എൻജോയ് ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ് പോവാം. അപ്പൊ ഗൈസ്, അങ്ങനെ ഞാൻ ലൊക്കേഷൻ ആണ് ചെറിയതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് നേരെ മാറി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വണ്ടി വെക്കുന്ന പാർക്കിങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ അവിടെ പോയടുത്ത് നല്ല കാറ്റ് കാരണമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ സ്റ്റൗ വരെ ഓഫാണ്. വണ്ടി ഇങ്ങനെ വെച്ച കാരണം ചെറുങ്ങനെ കുറവുണ്ടെന്നാലും. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാൻ ഇടുന്ന ഒരു ചായ ഉണ്ടാക്കുക, അതിൻ്റെ ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ അതിന് ചെറിയൊരു ബുദ്ധിമുട്ടായിപ്പോയി കാറ്റ് കാരണം. അപ്പോൾ കോർണിഷ് നേരെ മാറി ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ്. ഇതിൻ്റെ നേരെ ഈ വണ്ടിയുടെ ഓപ്പോസിറ്റ് ബാക്ക് സൈഡിലാണ് കോർണിഷ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ ഇടുന്നൊരു ചായ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത്. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കെറ്റിൽ വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് അടച്ചു വെക്കുക. നമ്മളെ ഗ്യാസ് കത്തിക്കുക. നമ്മളെ ചായ ഇതാ ഏകദേശം തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. ചായ അല്ല, വെള്ളം നല്ല പാലിൽ തിളച്ച് വരുന്നുണ്ട്. തിളക്കുമ്പോൾ ഇതിലേക്ക് എന്താക്കുക, നമ്മൾ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് ലൈറ്റ് ചായ ആണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ചായപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കാണാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊരു അരിപ്പ പോലെ ഉണ്ട്. ആ അരിപ്പൻ്റെ അകത്ത് മാത്രമേ ചായപ്പൊടി പോവുള്ളൂ. അപ്പം നമ്മൾ ചായ എടുക്കുമ്പം ഗ്ലാസ്സിലേക്കൊന്നും വരില്ല. അത് ചായപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചായ ഏകദേശം ആയിക്കൊണ്ടുണ്ട്. ഇതാ കളർ ചേഞ്ച് ആകുന്നുണ്ടോ? ചായപ്പൊടി ആ പാത്രത്തിലേക്ക് പോകില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അരിപ്പുണ്ടായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം ഇങ്ങനെ തിളച്ചിങ്ങനെ വരും. ഇതാ അത്ര മതി ചായപ്പൊടി. കാരണം നമുക്ക് ഓവർ സ്ട്രോങ് ഇഷ്ടമല്ല ചായ. നമ്മൾ ചായ തിളക്കുന്നുണ്ട്. ഇതാ ഈ കെറ്റിൽ ഇങ്ങനെ തിളച്ച് നല്ല ചായ ആയിട്ടുണ്ട്.
ഓക്കെ, നമ്മളെ ചായ റെഡിയായി. പഞ്ചസാര ഞാൻ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മാത്രം. ഇതാ ചായ നോക്കിയതാ, ഇതാ വൈബ്. ഇതിൻ്റെ അകത്തേക്ക് നോക്കിയതാ, ഈ അരിപ്പയിലേക്കാണ് ചായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഈ അരിപ്പയിലേക്ക് സെറ്റ് ചായ ആയിട്ടാ. ചായ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഓംലേറ്റ്. അപ്പോൾ ചായ ഞാൻ ഇവിടെ ഇറക്കി വെക്കുന്നുണ്ട്. ഇത് ഓഫ് ചെയ്യാം ഗ്യാസ്. ഓക്കെ, നല്ല ചായ റെഡി ആയിട്ടുണ്ട്. ഇതാ കിണ്ണം പാറിയ ചായ, തീ പോലത്തെ ചായ. അപ്പോൾ ഇത് ഇവിടെ ഇറക്കി വെക്കാം, ഇത് ചൂടാവുപ്പാ. പിന്നെ ഒരു ഓംലേറ്റ് അടിച്ചാലോ? ഓംലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധനമെല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരു ഓംലേറ്റും കൂടി അടിച്ച് ചായ ആക്കിയിട്ട് ഇതാക്കാം. അങ്ങനെ ഓംലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാത്രം ചൂടായിക്കൊണ്ടുണ്ട്. പാത്രം ചൂടായി, ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിലെല്ലാം സെറ്റപ്പ് പാത്രമാണ് കേട്ടോ, ഓയിലിൻ്റെ നല്ല സെറ്റപ്പ്. ഇത്ര കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓംലേറ്റ് ബുൾസൈയാണ് കേട്ടോ, ഓംലേറ്റ് അല്ല ബുൾസൈയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ഒരു പൂച്ച വന്നിട്ട് ഇവിടെ ദുൽമാക്കുന്നുണ്ട് കേട്ടോ. പൂച്ച ദുൽമന്നെ, പൂച്ച പൂച്ച ചൊറപ്പൂച്ച. അങ്ങനെ ഇതാ നമ്മളെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അടുത്തത് ഇതാ മുട്ട ഒഴിച്ചു കൊടുക്കണ്ടേ. മുട്ട ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ നേരത്തെ വാങ്ങിച്ച ബിലാദി മുട്ട കേട്ടോ, നേരത്തെ വാങ്ങിച്ചതാണ്. 6 മുട്ട വാങ്ങിച്ചിന്. മുട്ട ബുൾസ് ചെയ്താ മുട്ട വയ്ക്കാതാ, മുട്ട പൊട്ടിക്കുക, ഇങ്ങനെ വയ്ക്കുക. സൗണ്ട് കേട്ടതാ, ആ മുട്ട ബുൾസൈൻ്റെ സൗണ്ട് കേട്ടതാ, എന്ത് പാങ്ങാണ് നോക്കിയതാ. 2 മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ബുൾസ് ആയിക്കോണ്ടുണ്ട്. ഇതാ എന്ത് പാങ്ങ് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട്. ഈ ബുൾസയിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഉഫ്, ആ സുലൈമാനി എന്ത് വൈബായിരിക്കും നോക്കിയാൽ, ചിന്തിച്ചോക്കിയേ. ഇതെല്ലാം രാവിലെ എണീച്ചിങ്ങനെ അടുക്കി, നീ ഉറങ്ങല്ല. ഇതെല്ലാം കണ്ടതാ. ഇതാ നമ്മളെ മുട്ട ഏകദേശം റെഡി ആകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലോണം ഇട്ട് കൊടുക്കുക. ഈ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടിടാം. നോക്കിയതാ ആ മുട്ടൻ്റെ മേലെ കണ്ടതാ, ഇങ്ങനെ വീണം. അതിലേക്ക് ഇങ്ങനെ ഉപ്പിടുക. ഈ പൂച്ച കണ്ടതാ കുറേ നേരം എന്നെ പറ്റി കളിക്കുന്നു. ഞാൻ നല്ലോണം കിട്ടാനും പൂച്ച പോയിക്കോ വിട്ടോ ഇവിടെ ഒന്നുമില്ല. അതിന് ശേഷം ഇതാ കുറച്ച് കുരുമുളക് ഇത് കണക്ക് എടുക്കുക. ഇതാ ഇങ്ങനെ മേലെ ഇട്ട് കൊടുക്കുക. ഏകദേശം ഇത്ര കുരുമുളക് മതി കേട്ടോ, നല്ലോണം എരിവ് വേണ്ട. അടുത്തത് ബുൾസ് എടുക്കുന്നില്ല. പ്ലേറ്റിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ഫുള്ള് സെറ്റപ്പാണ്. സെറ്റപ്പിന് ഒരു കുറവില്ല നമുക്ക് വേണ്ടേ. ഇതിനടുത്ത് നമ്മളെ ബുൾസ് എടുക്കൽ വലിയ ടാസ്ക് ഒന്നുമല്ല നമുക്ക്. ഇതെല്ലാം കുറേ പയറ്റ കളിയാണ്, അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. ഒരു പൊട്ടാണ്ട് എടുക്കും ഞാൻ. ബുൾസൈ റെഡിയായി. പിന്നെ അടുത്തത് എടുക്കുന്ന ടാസ്ക്. ഇത് ചിലയാൾക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടും, പക്ഷേ എക്സ്പീരിയൻസിൽ എൻ്റെ കണക്കത്താക്ക് പൊട്ടില്ല. കണ്ടതാ നല്ല മതിയായിട്ട് എടുക്കുക. കണ്ടതാ ഇങ്ങനെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെക്കുക. 2 പൂച്ച ഉണ്ടല്ലോ, ഇവരെ വിചാരം ഞാൻ തിന്നാൻ കൊടുക്കുന്നു. ഞാൻ ആരും മോൻ ഞാൻ കൊടുക്കും. ഇവർ അറബികളെല്ലാം കൊടുക്കുന്ന നമുക്ക് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നു. മോനെ അറബിയല്ല ഞാൻ മിസ്കീന്. എന്തിയാ പോയിക്ക വിട്ടോ ഓരോ സാധനം കിട്ടിയില്ല, ഒരു സാധനം കിട്ടിയില്ല. വിട്ടോ അല്ല നമ്മളെ ബ്രെഡ് ഇതാ നോക്ക്, നമ്മളെ ബ്രെഡ് ഇതാ ചൂടായിക്കൊണ്ട്. അപ്പം നമ്മളെ പൂച്ചക്ക് ഒന്നിനും മനസ്സിലായി ഞാൻ എൻ്റെ കൈമൊന്നും ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഒരുത്തനും കൂടെ എന്നെ പറ്റി പിടിക്കുന്നുണ്ട്. നീ പോമനെ. നമ്മളെ ബ്രെഡ് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതാ ഏകദേശം റെഡിയായി, ചൂടായിട്ടുണ്ട്. അപ്പാ എന്തിൻ്റെ അപ്പം കടക്കായി കാര്യമായത്. പിന്നെ ആ സൈഡും കൂടെ ഒന്നായാൽ സെറ്റ്. ബ്രെഡ് പിന്നെ നേരെ ബുൾസൈൻ്റെ മേലേക്ക് ഇടാം. അല്ല ബുൾസൈൻ്റെ മേലേക്ക് ഇടാം. അടുത്തത് നമ്മളെ ചായയിലേക്ക് ഇതാ 1 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇടാം, കുറച്ചും കൂടി ഇടാം, വലിയ ഗ്ലാസ്സല്ലേ. നമ്മളെ നേരത്തെ ചായ ആണ് കേട്ടോ. ഇതാ ചായൻ്റെ കളറുണ്ടോ, ഒരു രക്ഷയില്ല മോനെ. നല്ല ചായ ആയിട്ടുണ്ട്. അങ്ങനെ ഗ്ലാസ്സിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ചായ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്.
പിന്നെ വേറെ ഒന്നും വിചാരിച്ചേക്കണ്ട, കളർ കണ്ടിട്ട് ഇത് ചായ എനിക്ക് ഇത്ര ലൈറ്റ് വേണ്ട കേട്ടോ, ഞാൻ സ്ട്രോങ് കുടിക്കില്ല, അതുകൊണ്ടാണ്. എന്തിൻ്റെ അപ്പോൾ ആ ചൂട് പോകുന്നുണ്ട് ചായൻ്റെ. ഊഫ്. അപ്പോൾ മുത്തണ്ണികൾ ഇതാ അമ്മ അങ്ങനെ ചായ അങ്ങനെ കുടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതാ ചായ ഇതാ. ഏപ്പാ അല്ല തീ പോലത്തെ സുലൈമാൻ കേട്ടോ, വേറെ തന്നെ. ഊഫ്, മാസ് മരണ മാസ്. നമ്മളെ ഓംപ്ലേറ്റ് ഇതാ, ഓംപ്ലേറ്റ് ഇങ്ങനെ മുട്ട ഇങ്ങനെ ഇതാന്ന് കേട്ടോ. ഇതാ മുട്ട ഉണ്ട് ഇങ്ങനെ അനങ്ങുന്നുണ്ട, മുട്ട ഇങ്ങനെ അനങ്ങുന്നതാണ്. അത് പൊട്ടാൻ പാടില്ല, അതങ്ങനെ നമ്മൾ ബ്രെഡോടെ പൊട്ടിച്ച് കഴിക്കണം. അപ്പം അങ്ങനെ കഴിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഗൈസ് ഇതാ ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് നമ്മളെ മുട്ട ഇതാട്ടോ പൊട്ടിക്കുന്നത്, ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കണം. ആ വെള്ളയും ആ മുട്ടൻ്റെ മഞ്ഞയും ഇതാണ്ട് ഇതാ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ എടുത്തിട്ട് സ്മെല്ലാകും. ഓ എന്തോ ഒരു പാങ്ങമാണ്, ആ കുരുമുളകിൻ്റെ ഫ്ലേവറും ഉപ്പിൻ്റെ ഫ്ലേവറിലും കൂടിയിട്ട് വേറെ തന്നെ സാധനം. ടോപ്പ്. ഇനി ആ ഒരു സുലൈമാൻ്റെ സിപ്പ്. ആ അന്തസ്. അപ്പോൾ ഗൈസ് എന്താക്കുക, ഇപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എണീക്കുക. ഇങ്ങനെ പുറത്ത് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആമ്പിളർ കേട്ടോ, ഓക്കെ, ബോയ്സ് ഓൺലി. അപ്പോൾ എന്താക്കുക ഇൻഷാ അല്ലാഹ്, ചാർജ് അജ്മാനാണെങ്കിൽ ഞാൻ വന്ന് കൂട്ടാം. ഇതാണ് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ചായലും കുടിച്ചിട്ട് ഒരു 8:30 ആകുമ്പോൾ പോവാം. എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.